കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നോ, എങ്ങനെ സംഭവിച്ചു? ആ ഫിനാൻസ് മാനേജറെ വിളിക്കേ. അയാൾ വന്നിട്ടില്ല സാർ. വന്നിട്ടില്ലേ? ഇല്ല സാർ, കഴിഞ്ഞ 3 ദിവസമായി അയാൾ ലീവിലാണ്. ഇത് മാത്രമല്ല സാർ, വേറെയും തിരിമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇത്രയും ഭീമമായ തുക GST ഫൈൻ വരിക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എന്തുകൊണ്ട് GST അടച്ചില്ല? ഇതൊക്കെ എന്തേ സമയത്ത് എന്നെ അറിയിച്ചില്ല? സാർ, ഞാൻ എല്ലാം ഫിനാൻസ് മാനേജറെ ഏർപ്പാട് ചെയ്തിരുന്നതാണ്. അടയ്ക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയതാ. പക്ഷേ ഈ തുക മാത്രമല്ല സാർ, മറ്റു പലതും ബ്ലോക്കാണ്. ബാങ്കിലെ ഓവർ ഡ്രാഫ്റ്റും ബാംഗ്ലൂരിലെ ഷോപ്പിലെ ലോൺ എമൗണ്ടും ഒക്കെ കുഴപ്പത്തിലാണ് സാർ. അതുമാത്രമല്ല, ഒരു വലിയ തുക മിസ്സിംഗ് ആണ് സാർ. വാട്ട്? സാറേ, അവൻ ചതിച്ചു. അവനെക്കുറിച്ച് ഒരു വിവരമില്ല സാർ. എന്താ പറഞ്ഞേ? അവൻ മിസ്സിംഗ് ആണോ? സാർ, സാർ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. 14 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ക്ലിയർ ചെയ്തില്ലെങ്കിൽ അത് വലിയ പ്രോബ്ലം ആവും സാർ. ഉത്തരവാദിത്വത്തോടെ ഒരു കാര്യം നോക്കാനാ നിങ്ങളെയൊക്കെ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് താഴെയുള്ളടത്തൻ ഇത്രയും പ്രോബ്ലം ഇവിടെ ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ അറിഞ്ഞില്ല? സാർ, ഇതുവരെ ബാങ്കിൽ നിന്നോ GST ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല സാർ. അതുമാത്രമല്ല സാർ, വന്ന 1-2 മെയിലുകൾ അയാൾ തന്നെ അതിവിദഗ്ധമായി മറച്ചു വയ്ക്കുകയും ചെയ്തു. 1-2 രൂപയല്ല, 12 കോടി രൂപ. ഈ 14 ദിവസത്തിനുള്ളിൽ അത്രയും തുക അടയ്ക്കണം. ആ ഫിനാൻസ് മാനേജർ ഇപ്പോൾ എവിടെ ഉണ്ട്? അന്വേഷിക്കേ. അന്വേഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കേ. ചെലേ. ശരി സാർ. ആശാലതെ, കുറച്ച് വെള്ളം എടുത്തുണ്ടോ കുടിക്കാൻ? ഡേയ് ആശാലതെ, കുറച്ച് വെള്ളം എടുത്തുണ്ടോ കുടിക്കാൻ? വരുന്നു. എന്തേ, നടന്ന് ക്ഷീണിച്ചോ നിങ്ങള്? ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഒരുവിധം ഏർപ്പാടാക്കി, സദ്യയുടെ കാര്യങ്ങളും ഏൽപ്പിച്ചു. ബാക്കി വേണ്ടതൊക്കെ ആ കുട്ടമ്പിള്ള നോക്കിക്കോളൂ. ഈ സമയത്ത് അയാൾ കൂടെ ഉള്ള ഒരു ആശ്വാസമാണ്. പിന്നെ അവന്റെ കൈയും കാലും ഒന്നും ഈ അടുത്ത കാലത്ത് നേരെ ആവത്തില്ലെന്നുള്ളത് ഒരാശ്വാസം. പരിശോധിച്ച ഡോക്ടർക്ക് കാലിന്റെയും കൈയുടെയും പൊട്ടിപ്പോയ എല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെന്നാ പറയുന്നത്. എല്ലാം കൂടെ വാരി കെട്ടി പ്ലാസ്റ്റർ ഇട്ടാ വിട്ടിരിക്കുന്നത്. അതെ, ഇതിലും ഭേദം DK അവനെ കൊല്ലുന്നതായിരുന്നു. അച്ഛനങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട. ചെകുത്താന്റെ ജന്മം അവന്റേത്. വെട്ടി മുറിച്ചാലും നിമിഷ നേരം കൊണ്ട് മുറികൂടി വരുന്ന വിദ്യയുണ്ട് ആ ചെകുത്താന്റെ കയ്യില്. ഓ പിന്നെ ഊറിക്കൂടി വന്നു. അവൻ ഇനി നടുവ് നിർത്തി ഒന്ന് നടക്കണമെങ്കിൽ മിനിമം 2 കൊല്ലെങ്കിലും പിടിക്കും. ചികിത്സിച്ച ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും നിനക്ക് കല്യാണവും കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമായി സന്തോഷത്തോടെ സമാധാനത്തോടെ നീ ജീവിക്കും. പിന്നെ നിന്റെ പരിസരത്തെങ്ങും വരുന്നില്ല. എന്റെ ദൈവമേ, അങ്ങനെയൊക്കെ സംഭവിച്ചാ മതിയായിരുന്നു. 2 കൊല്ലമല്ല, അവനൊരു 10 കൊല്ലം അങ്ങനെ തന്നെ കിടക്കണേ എന്റെ ഭഗവാനെ. നീ ഇങ്ങനെ ശപിക്കല്ലേടി, ശപിച്ചാ ഫലിക്കും. ഒരു കാര്യം ചെയ്യ്, കഴിക്കാൻ എന്തെങ്കിലും ഇട്. വാ. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് വിളിക്കുന്നു കാലൻ. എന്താ പ്രിയ? അവിനാശിന് സുഖമാണല്ലോ അല്ലേ? പിന്നെ പരമസുഖം. നിന്റെ ഏട്ടൻ DKയോട് പറഞ്ഞേക്ക് എനിക്ക് നല്ല സുഖമുണ്ടെന്ന്. ഡോക്ടർമാരെന്ത് പറഞ്ഞു? ഉടനെ എങ്ങനെ എനിക്ക് വല്ല ചാൻസും കാണുന്നുണ്ടോ? അല്ല, കല്യാണം മുടക്കാൻ വരാനേ പറ്റൂന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. എനിക്ക് നിന്റെ പരിഹാസം മനസ്സിലായടി. പക്ഷേ ഇവിടുന്ന് ഉടനെ ഒന്ന് എണീറ്റ് വരാൻ പറ്റുമെന്ന്
എനിക്കൊരു നിശ്ചയവുമില്ല. പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്ന നിന്റെ കല്യാണത്തിന് മുൻപ് ഞാൻ തിരിച്ചു വരും. ആ വക്കീലെ അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടില്ല. അതിനു മുൻപ് ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ നീ, രണ്ടിലൊന്നിനെ ഞാൻ തീർക്കും. എന്നാ പിന്നെ താൻ വേഗം വാ. തന്റെ ശരീരത്തിലെ ഇനിയുള്ള എല്ലുകൂടി ഡീക്കെ തല്ലി ഓടിക്കും. ചിലപ്പോ ഒരു കുഴിയെടുത്ത് തന്നെ ജീവനോട് അതിൽ കുഴിച്ചു മൂടിയെന്നും വരും. മരണം ഇരുന്ന് വാങ്ങാൻ നടക്കുന്ന തെണ്ടി. എടീ, നിനക്ക് വേണ്ടിയാണല്ലോടി ഞാൻ ഈ ഓടിയതല്ല. ഷാജി, ദാ. എന്താ സാറേ? കഴിഞ്ഞ സാറേ? അവള് വെച്ചിട്ട് പോയി. എനിക്കിങ്ങനെ സംഭവിച്ചതില്ലേ അവക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് ഇനി എന്തിനാ സാറേ അതിന്റെ പിന്നാലെ എങ്ങനെ നടക്കുന്നത്? അതിനങ്ങ് വിട്ടേക്ക്. വെറുതെ ഇനിയും നമ്മുടെ തടി കേടാക്കണം. എഴുത്തുണ്ട്. ഞാൻ വരുവടി. നിന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ വരും. മുടക്കും ഞാൻ. അല്ലെങ്കിൽ വേണ്ട, കൊല്ലാം. രണ്ടിലാരെ കൊല്ലും. വരട്ടെ, സമയമുണ്ടല്ലോ. തീരുമാനിക്കണം. നമസ്കാരം. സംഗതി സത്യമാണ്. ഒരു ചെറിയ ചതി പറ്റി. അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇല്ല, പോലീസ് അവന്റെ പിന്നാലെ ഉണ്ട്. എവിടെ പോയാലും വിടില്ല അവനെ. പിന്നെ ഓവർ ഡ്രാഫ്റ്റിന്റെ കാര്യം, അത് അങ്ങനെ പറയരുത്. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആകെ പെട്ടുപോകും. അത് ഈ ഒരു അവസരത്തിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ബാങ്കിലേക്ക് വരാം. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ സർ. അപ്പോൾ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. സാർ, എന്തായാലും വല്ല വിവരവും കിട്ടിയോ? സാർ, ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് അവൻ ദുബൈയിലേക്ക് പോയതായി ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ദുബൈയിലേക്കോ? അപ്പൊ അവൻ കരുതിക്കൂട്ടി എല്ലാം പ്ലാൻ ചെയ്തല്ലേ? ആയിരിക്കണം സാർ. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസിൽ കൃത്യമായ കണക്ക് കൊടുക്കുന്നല്ലേ? ഓഡിറ്റിംഗ് പോലും ആർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? സാർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഓഫീസിൽ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ അവൻ കൊടുത്തിരുന്നില്ല. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അതൊക്കെ അവൻ അവധിക്ക് വെച്ചിരിക്കുമായിരുന്നു. അപ്പോ അവനിത് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തല്ലേ? വിടില്ല. എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ ഇവിടെ തിരികെ കൊണ്ടുവരും. സാർ, GST ഓഫീസിൽ നിന്ന് നേരത്തെ വിളിച്ചിരുന്നു. എന്തു മറുപടി പറയണം സാർ? എന്തു പറയാൻ? അടച്ചാലേ പറ്റൂ, അല്ലാതെ പറ്റില്ലല്ലോ. താൻ ചെല്ല്, ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി സാർ. My son? What happened, my son? എന്ത് പറ്റിയില്ല കണ്ണ? എന്താടാ പ്രശ്നം? ഏയ്, ഒന്നുമില്ലമ്മേ.
നീ അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലൊന്നേ ഞാൻ അങ്ങ് വിശ്വസിക്കത്തൊന്നുമില്ല. നിന്നെ പ്രസവിച്ച മദറാ ഞാൻ. നിന്റെ മുഖത്തൊരു മാറ്റം കണ്ടാൽ ദേ അതെനിക്ക് അറിയാൻ പറ്റും കേട്ടോ. ബിസിനസ്സിൽ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? ഞാൻ ഓഫീസിലേക്ക് വരാറില്ല, അവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറുമില്ല. എന്നാലും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകും. എടാ മോനെ പറയടാ. അമ്മ, അത് ബിസിനസ്സിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അമ്മയ്ക്കറിയാലോ, ബാംഗ്ലൂരിലെ റെസ്റ്റോറൻറ്റ് വിചാരിച്ചതുപോലെ നമുക്ക് തുടങ്ങാൻ പറ്റിയില്ല. അതിനുവേണ്ടി ചെലവാക്കിയ പണം അത്രയും വേസ്റ്റ് ആവുകയും ചെയ്തു. മോനെ, അടിക്കടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാകുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്തെങ്കിലും ദോഷങ്ങൾ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് അന്വേഷിക്കണം. അതിനെ നമുക്ക് ആ ജോലിസിനെ ഒന്ന് വിളിച്ചു വരുത്തണം. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ജോൽസിനെ വിളിച്ചു വരുത്തിയിട്ട് എന്താ അമ്മ കാര്യം? എന്നെയും എൻ്റെ ബിസിനസ്സിനെയും തകർക്കാനുള്ള നീക്കത്തിലാണ് ആ MB വിഘ്നേഷ്. അതിന് ജോൽസിന് എന്ത് ചെയ്യാൻ സാധിക്കും? മോനെ, സമയദോഷം വരുമ്പോഴാ ഇത്തരം ശത്രുക്കളൊക്കെ നമുക്കെതിരെ വരുന്നത്. അതിന് ശത്രുദോഷ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ എല്ലാം ശരിയാവും. എടാ മോനെ, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ടടാ മോനെ. അതിനുള്ള പരിഹാരമൊക്കെ ഈ അമ്മ ചെയ്തോളാം. അമ്മയും ഇതങ്ങനെ എളുപ്പം ഡീൽ ചെയ്യാവുന്ന ഒന്നല്ല. കോടിക്കണക്കിന് രൂപയുടെ കാര്യമാണ്. എടാ മോനെ, നിന്റെ അധ്വാനം കൊണ്ട് നീ ഉണ്ടാക്കിയ കോടികളാ ഇപ്പൊ നീ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കുള്ള പ്രോപ്പർട്ടീസും മറ്റെല്ലാ സമ്പത്തുകളും ദേ നിന്റെ അധ്വാനത്തിന് ഫലവാ. നിനക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റിയാലേ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ് അതെല്ലാം. അമ്മ, ഞാൻ അമ്മയോട് ഇതുവരെ കാര്യങ്ങളൊന്നും വിശദമായി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അമ്മ കരുതുന്ന പോലെ നിസ്സാരമല്ല ഇതൊന്നും. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞാൻ. എന്ന് വെച്ച് അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഞാനതൊക്കെ ഡീൽ ചെയ്തോളാം. നീ അതൊക്കെ ഡീൽ ചെയ്തോ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ആ ജോലിസിനെ വിളിച്ച് കാര്യങ്ങൾ നോക്കിയേ പറ്റൂ. നിന്റെ അച്ഛന്റെ ജാതകത്തിലും ഇതുപോലെ ചില ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പരിഹാരം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും അത് വിശ്വസിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ നിനക്കതുപോലെ സംഭവിക്കാൻ ഈ അമ്മ സമ്മതിക്കില്ല. ഓനെ, ആ ജോൽസിനെ ഉടനെ വിളിച്ചു വരുത്തണം. വേണ്ട പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്യണം. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായടാ കണ്ണ? മനസ്സിലായി. അമ്മ എന്താന്ന് വെച്ചാ കാര്യങ്ങൾ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. മൈസൻ, പരിഹരിക്കാൻ പറ്റാത്തതായി ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. എടാ, ഈ അമ്മയില്ലേ നിന്റെ കൂടെ? നീ പിന്നെ എന്തിനാ പേടിക്കുന്നേ? മൈസൻ, ഈ അമ്മയുള്ളപ്പോ നിനക്കൊന്നും സംഭവിക്കാൻ ഈ അമ്മ സമ്മതിക്കില്ലടാ. സമ്പത്ത് മുഴുവൻ പോട്ടടാ. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് വന്നവരല്ലടാ നമ്മളൊക്കെ. അമ്മയ്ക്ക് എപ്പോഴും നീ കൂടെ ഉണ്ടായാൽ മതി. നിന്റെ സന്തോഷം മാത്രം കണ്ടാ മതി അമ്മയ്ക്ക്. MB വിഘ്നേശ്വരനല്ല, ഏത് ശത്രു വന്നാലും അവരെല്ലാം നേരിടണം നീ. അതിനുള്ള കരുത്തും ശക്തിയും നിനക്കുണ്ട്. ആരുടെ മുന്നിലും എന്റെ തോറ്റു കൊടുക്കരുത്. ആ, DKയോടൊപ്പം ഇത്രയും നാള് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്നത് നിങ്ങളാണല്ലോ. അപ്പൊ ഇത് നിങ്ങളോടല്ലാതെ വേറെ ആരോടാ ചോദിക്കേണ്ടത്? എങ്ങനെയാ ഇത്രയും വലിയ വീഴ്ച സംഭവിച്ചത്?
ഓഫീസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധ കുറവായിരുന്നോ? ഞങ്ങൾ ആരും ഒരു ശ്രദ്ധക്കുറവും കാണിച്ചിട്ടില്ല. ഡിക്ക് ഓരോ സമയത്ത് പറയുന്ന എല്ലാ ജോലികളും ഞങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ അവിടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന സ്റ്റാഫുകളും ഉണ്ട്. ആ സ്റ്റാഫുകൾ തന്നെയാ ഇപ്പോൾ ഡി കെ ചതിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, GST ഇത്ര അടയ്ക്കാനുണ്ടായിട്ടും അതോ ഈ ഫൈൻ വരുന്നത് വരെ ആർക്കും കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ലേ? ആ ഫിനാൻസ് മാനേജർ എവിടത്തുകാരനാ? അവനെ പിടിച്ച് 4 പെടവടക്കണം. അയാളെ കാണാനില്ലെന്നല്ലേ പറഞ്ഞു. ഡി കെ എല്ലാവരെയും അമിതമായി വിശ്വസിക്കും. അതാ ഇവിടെ സംഭവിച്ചത്. ഏട്ടാ, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഏട്ടന് വിഷമമുണ്ടോ? എന്ത്? അല്ല, ശിവയ്ക്ക് വേണ്ടിയാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഹേയ്, എനിക്കൊരു വിഷമമില്ല. അവന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. അവൻ്റെ ജീവിതം സേഫായല്ലോ. അമ്മ പറഞ്ഞ പോലെ കുറച്ച് പ്രോപ്പർട്ടീസ് വിറ്റാലെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചൂടെ? അങ്ങനെ പ്രോപ്പർട്ടീസ് വിറ്റ് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല ജ്യോതി ഇത്. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ ആ വിഘ്നേശ്വർ അടുത്ത പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുമാത്രമല്ല, ഈ പ്രോപ്പർട്ടീസൊക്കെ ഞാനുണ്ടാക്കിയതാണെങ്കിലും അതെല്ലാം നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും എല്ലാം അവകാശമുള്ളതാണ്. അതൊന്നും കടപ്പെടുത്തി പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, വിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല. നാളെ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തല കുനിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഇത് GSTയുടെ ഫൈൻ മാത്രമല്ലല്ലോ, ഒഫീഷ്യലായിട്ട് വേറെ ചില പ്രോബ്ലംസ് കൂടിയില്ലേ? മൊത്തത്തിൽ ബിസിനസ് ആകെ ഒരു തളർച്ചയില്ല. അതിനെ ഉയർത്തിയെടുക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഈ സമയത്താ ഡി കെക്ക് നിങ്ങളുടെ സഹായം വേണ്ടത്. ഇപ്പൊ തകർച്ചയിലായിപ്പോയ ഈ ബിസിനസിനെ ഉയർത്തിയെടുക്കാൻ നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കണം. എന്നിട്ടത് ഡി കെയോട് പറയണം. ഞങ്ങൾ എന്ത് പ്ലാനാ മായച്ച് തയ്യാറാക്കേണ്ടത്? അതെന്താ, ഇത്രയും കാലം ഡി കെയുടെ കൂടെ നിന്ന് ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയും കഴിവും ഒന്നും ഇല്ലേ? ബുദ്ധിയും കഴിവും ഇല്ലാഞ്ഞിട്ടല്ല മായേ. ഇതുവരെ ഡി കെ ഞങ്ങൾക്ക് അതിനുള്ളൊരു അവസരം തന്നിട്ടില്ല. ഡി കെ തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ നടപ്പാക്കുന്നു, അത്രേ ഉള്ളൂ. ആര് പറഞ്ഞു ബാംഗ്ലൂർ റെസ്റ്റോറന്റ് വേണമെന്ന് ആദ്യമായി പ്ലാൻ കൊണ്ടുവന്നത് ആരാ? നിങ്ങളല്ലേ? അതെ, ഞങ്ങൾ കൊണ്ടുവന്ന പ്ലാൻ തന്നെയാ. ബാംഗ്ലൂരിലെ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ 3 പേരുകൂടി നോക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നിട്ട് ഫാമിലിയായിട്ട് ബാംഗ്ലൂരിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ അതിനിടയിലല്ലേ SKയുടെ വിവാഹം വന്ന് കയറിയത്. ആ, അതല്ലേ എല്ലാം കുഴപ്പിച്ചത്. മായച്ചി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ബാംഗ്ലൂരിലെ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട് നഷ്ടമുണ്ടായിരിക്കുന്നത് വലിയ കോടികളാണ്. സത്യം പറഞ്ഞ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അതൊന്നും സാരമില്ല. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ കടന്നു പോകും. പക്ഷേ എമർജൻസിയായി സെറ്റിൽ ചെയ്യേണ്ട കുറച്ച് ബാധ്യതകളുണ്ട്. ആ ബാംഗ്ലൂർ റെസ്റ്റോറൻറ്റിന് വേണ്ടി എടുത്ത ഓവർഡ്രാഫ്റ്റ് വലിയ ഇൻട്രസ്റ്റായി കിടക്കുക. അന്ന് ആ ഷോപ്പ് തുറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ വിഘ്നേശ്വറിൻ്റെ ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് അടിച്ച് തകർത്ത് എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ? തന്നോട് ഞാൻ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ബാംഗ്ലൂരിൽ നമ്മൾ വലിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന പണികളൊക്കെ ഏകദേശം പൂർത്തിയാവുകയും ചെയ്തു. അതിനിടയിലാണ് അമലയുടെയും ശിവയുടെയും പ്രശ്നമുണ്ടായത്.
അതേ തുടർന്ന് ഒറ്റ ദിവസം കൊണ്ട് ആ വിഘ്നേശ്വരൻ്റെ ആളുകൾ എല്ലാം അടിച്ച് തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു. നമ്മുടെ മക്കളുടെ ജീവന് കൂടി കുഴപ്പമുണ്ടാവുമെന്ന് വന്നപ്പോഴാണ് ഞാൻ അവരെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്യും ഏട്ടാ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല. നോക്കട്ടെ ഇതെവിടം വരെ പോവെന്ന്. അപ്പൊ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങള് വരാനിരിക്കുന്നുണ്ടല്ലേ? അതെ, ഇതൊരു ചെറിയ സംഭവം മാത്രമാ.